ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമുക്ക് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, കാണിച്ചു തരാം കേട്ടാ. നമ്മള് ചോട്ട രണ്ടിനും പേരിട്ടു. ഒന്ന് നിന്റെ ചോട്ടു, എൻ്റെ മോട്ടു. കാണിച്ചു തരാം. ഇതാണ് ഗസ്റ്റ്. നമ്മളിതിന് വാങ്ങിച്ചിരിക്കുകയാണ് കോഴി വെക്കാൻ വരുന്ന ആളുടെ. ഒരു 2-3 ദിവസം തന്നെ ആയിട്ടുണ്ടാവുള്ളൂ ജനിച്ചിട്ട്. എൻ്റെ ഏതാണ്? എൻ്റെതല്ലേ? ഇതെൻ്റെ മോട്ടു, ഇതിൻ്റെ ചോട്ടു. ചോട്ടു ശില്പൻ്റെയും ഉല്ലാസിൻ്റെയും. എവിടെ എൻ്റെ ചോട്ടു? എൻ്റെ മോട്ടു ഇതാ. ഇതെൻ്റെ മോട്ടു. എൻ്റെ നല്ല സെറ്റായി നിൽക്കുന്നു. നോക്കിയോട്ടാ, വരും. നമ്മൾ നടക്കുമ്പോൾ വരും. വാ കണ്ടാ. ഇതെൻ്റെ എൻ്റെ മോട്ടു മാത്രം വരുന്നുള്ളൂ. പിന്നെ ചോട്ടു പറഞ്ഞാലേ കേൾക്കില്ല. അവൻ്റെ ഒപ്പം പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇല്ലമ്മ, തെങ്ങൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്താ എൻ്റെ മോട്ടു ഒന്ന് നിന്റെ അടുത്ത് വരുന്നേ? മോട്ടു ഇവിടെ വാ. ഇത് ഞാനിതാ. ഇവന് പേടിയാണ് ഇത്ര ചെറിയ സാധനത്തിന്. മോട്ടു മോട്ടു ഇതാണ് എൻ്റെ മോട്ടു. ഇതാ ചോട്ടു. നല്ല സൂപ്പർ, നല്ല കുഞ്ഞു കുട്ടി. നമ്മള് ടിവിയിലൊക്കെ കാണുന്ന പോലത്തെ കോഴിക്കുട്ടി. ഇപ്പൊ എന്റെ മോട്ടുവിനെ മെല്ലെ സെറ്റാക്കാൻ നോക്കുകയാണ്. എന്റെ മോട്ടു മാത്രം വിളിക്കുമ്പോ വരുന്നുള്ളേ. ഇവന് പേടിയാണ്, അത് കൊത്താൻ വരികയാണ് വേണ്ട. ചവിട്ടണ്ടാട്ടാ. അതാ അതാ ഇതാ. ഇത്ര സ്പീഡ് ഓടണ്ട, അത്തിരി മെല്ലെ ഓട്. എവിടെ അത്? എവിടെ? ഇതാ ഇതാ ബാ. ഗൈസ്, ഇതിന് പേടിയൊന്നും ഇല്ല കേട്ടാ. നല്ല സെറ്റായിട്ട് കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇതാ, ഇത് ഇത്തിരി ഇപ്പൊ തന്നെ ഉഷാറ് കമ്മി കാണിക്കുന്നുണ്ട്. ഇതാ ഇത്. ഗൈസ്, ഞാൻ പിടിച്ച് കാണിച്ചു തരാട്ടാ എൻ്റെ മോട്ടുവിനെ. ഇതാണ് എൻ്റെ മോട്ടു. ഇതാണ് എൻ്റെ മോട്ടു. നല്ല ക്യൂട്ട്, നല്ല നല്ല എന്താണ് കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ മോട്ടു ഇല്ലടാ. സ്വത്തതിനെ പിടിച്ചിട്ടോടാ. ഗൈസ്, എനിക്ക് മോട്ടുവിനെയും ചോട്ടുവിനെയും കൂടെ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മോട്ടുവിനെ നമുക്ക് റൂബിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. റൂബി കുറേ നേരമായി കുറയ്ക്കണേ. നോക്കണ റൂബി. മോട്ടുവിനെ കണ്ടാ? എങ്ങനെയുണ്ട് മോട്ടു? റൂബി ഫ്രണ്ടാണ് നമ്മുടെ. എന്താ കണ്ടാ മോട്ടു? കടിക്കാൻ പറ്റില്ലാട്ടാ. ഗൈസ്, നമ്മള് റൂബിക്ക് മോട്ടുവിനെ ഫ്രണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതാ, പക്ഷെ തുറന്നു വിട്ടാൽ റൂബി ചിലപ്പോൾ കടിക്കുമോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കടിച്ചില്ലെങ്കിലും ജസ്റ്റ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കപ്പ് ചെയ്യാ പോരെ. ഇത് അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ചെറിയ സാധനമാണ് കണ്ടാ, കുഞ്ഞ് നല്ല ക്യൂട്ട് സാധനം. എങ്ങനെയുണ്ട് എൻ്റെ മോട്ടു? നിന്റെ എവിടെ? ചോട്ടു. ഇത് ചോട്ടു, ഇത് മോട്ടു. ബട്ട് ഇത് എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല കേട്ടോ. അതിൻ്റെ കൊറേ കയ്യിലൊന്നും പിടിക്കാൻ പറ്റില്ല എന്ന് പറയും. ഞങ്ങളിപ്പോ വീഡിയോക്ക് വേണ്ടി പിടിച്ചാട്ടാ. ഇത് കുഴപ്പമില്ല, എന്തായാലും കുറച്ച് ദിവസമൊക്കെ നിൽക്കുമായിരിക്കും. കാരണം പണ്ടൊക്കെ ഇങ്ങനെ കളർ അടിച്ചിട്ട് കോഴി വരില്ലേ, ഓറഞ്ച് റോസ് അങ്ങനത്തെ കളറ്. അങ്ങനത്തെ അങ്ങനത്തെ ഞങ്ങൾ 10 വാങ്ങിച്ചിട്ടുണ്ടാവും കേട്ടോ. വാങ്ങിച്ച് ലാസ്റ്റ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഡെയിലി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോന്ന് ചത്ത് പോവും. ഇപ്പം അതുണ്ട്. എന്തായാലും ഇപ്പൊ ഓടുകയാണ് ഇത് കൊത്താൻ വരുമ്പോട്ട്. ഇതാണ് ഷിൻചാൻ്റെ കാണിക്കല്. അതെ എൻ്റെ മോട്ടു. ഇതെൻ്റെ മോട്ടു. ഇത് ചോട്ടു. അതാ കുത്തണോ? ആള് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ലോണം ആക്റ്റീവ് ആവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ മെല്ലെ ഉറക്കം വന്ന പോലെ നിൽക്കണം. ഇത്തിരി വെള്ളം കൊടുത്ത് നോക്കാം. കുടിക്കില്ല കേട്ടാ. മോട്ടോ കം മോട്ടോ. ഇത് പക്ഷെ നമ്മൾ പോകുമ്പോഴൊക്കെ പിന്നാലെ വരുന്നുണ്ട് കേട്ടാ. നല്ല അനുസരണയുള്ള കുട്ടികൾ. കൊത്തുന്നു ഇടയ്ക്കിടയ്ക്ക്. കൊത്തി നോക്കുന്നുണ്ട്. വേറെയൊന്നുമില്ല. ഓടും.
കാണുന്നൊന്നുമല്ല. ഇവന് ഫുൾ പേടിയാണ്. ഇതാ ഈ സാധനം കൊത്തും പറഞ്ഞിട്ടാണ് ഓടുന്നത്. അത് എത്ര വലിക്കനെ കൊത്തിയാലും നമ്മളെ കൈ തട്ടേ പോലെ പോലും തോന്നില്ല. ബ്ലഡ് വന്നാലപ്പോ പിന്നെ ഇത് കൊത്തിയിട്ട് ബ്ലഡ് വന്നാ സ്റ്റിച്ച് ഇട്ടിട്ട് അഡ്മിറ്റ് ആക്കാം 2 ദിവസം. ഇതോടെ സപ്പോർട്ടുമ്പോ ടെൻഷൻ ആവണോ രണ്ടും കൂടെ? അറിയാ ഗായ്സ് ഇതപ്പോ ബൈക്കിലൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ആള് 7 വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ 2 വാങ്ങിച്ചു റൂമില്. ഞങ്ങൾ 2 വാങ്ങിച്ചത് അവിടെ പുറത്തന്നെ വിട്ടിട്ടുണ്ട് വിശാലമായിട്ട് ഫുൾ ഓട്ടം. അവരുടെ വണ്ടിയിൽ കുറേ കോഴിക്കുട്ടി അതിന്റെ വണ്ടിയിൽ ഇത് ഏറ്റവും ചെറുത് താഴെ ഇത് കുറെ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ മേലെ ഇത്തിരിയും കൂടെ വലിയ വേറെ സാധനം. അത് 350. ഇത് ആകെ 1 10 രൂപയുള്ളൂ. 10 ഞങ്ങള് ഞങ്ങള് ആദ്യം ഇയാളതി കൂടെ ഇങ്ങോട്ട് പോയപ്പോ ചോദിച്ചു. ഞങ്ങൾ ടെറസിന്റെ മേളിലായിരുന്നു. അപ്പൊ മേളിൽ നിന്ന് ഇതെന്താ ഇത് എത്ര രൂപയാ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു വേണ്ട അയച്ചു വിട്ടതാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ അവിടെ പോയി അവിടെ നിന്നിട്ട് ആ ചേട്ടൻ വാങ്ങിച്ചു പറഞ്ഞില്ലേ, അയാൾക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ വിളിപ്പിച്ചു അയാളെ, ഇവനെ നിർത്തിയിട്ട്. അപ്പോൾ ആൾ വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ 2 20 രൂപയ്ക്ക് തന്നു. പക്ഷേ എന്താ 5 100 രൂപയാണ് ശരിക്കും. 1 20 ഞങ്ങള് ഏട്ടൻ വാങ്ങിച്ചപ്പോ 7 100 ആൾക്ക് 7 കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും 2 20 രൂപയ്ക്ക് വാങ്ങിച്ചു. ആളിപ്പോൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും. അതാ ഇനി നമ്മളെ എന്താ നോക്ക് നല്ല രസമുണ്ട് നിങ്ങൾ എത്തിക്കാൻ. ചോട്ടോ കം മോട്ടോ അതാ അനങ്ങാട്ട് നിന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉറക്കം തോന്നൽ കാണിക്കുന്നുണ്ട്. നല്ല ഉറക്കക്ഷണമുണ്ട്. നമുക്ക് നിങ്ങൾ അട്ടപ്പെട്ടിയിലിട്ട് വെക്കാം രാത്രി. ഗായ്സ് ഞങ്ങള് ഫസ്റ്റ് 10 വാങ്ങിച്ചു പറഞ്ഞില്ലേ അന്ന് കേട്ടോ. ഫസ്റ്റൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 10 വാങ്ങിക്കും, എന്നിട്ട് മൊത്തം ചത്തുപോകും, പിന്നെയും വാങ്ങിക്കും, അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഒരു ഓറഞ്ച് കളർ മാത്രം ലാസ്റ്റ് വരെ നിന്നു. അത് എന്നിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിനെ വളർത്തുക. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് പിന്നെ കുറേ ആയിട്ട് പ്രശ്നം അതാണ് ഇങ്ങനെയുള്ള കോഴിക്കുട്ടികളെ വാങ്ങിച്ചാലുള്ള പ്രശ്നം. അതാണ് ആരും വാങ്ങണ്ടെന്ന് പറയണത്. പക്ഷെ അതിനെ കാണുമ്പോ ഇതാണ് നമ്മുടെ കോഴിക്കടയത്തേക്ക് കോഴി തോന്നുന്നു കേട്ടോ, വെള്ള കോഴി. അതാണ് തോന്നുന്നത്. കാണുമ്പോ പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്, നമുക്ക് വാങ്ങാതിരിക്കാനേ തോന്നില്ല. ഞങ്ങൾ അങ്ങനെയാണ് നിർത്തി വാങ്ങിച്ചത്. ഇതാരാണത്? മോട്ടു കണ്ട നല്ലോണം വരും. ഗായ്സ് ഇതിവിടെ കൊത്തി നടക്കുകയാണ് കേട്ടാ. കൊത്തി ഞങ്ങൾക്ക് കാക്കൻ്റെ ഒക്കെ ശല്യമുണ്ട് ഇവിടെ, അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഞങ്ങൾ എന്ത് അറിയോ, സാധാ കോഴി ഇങ്ങനെ വയ്യാത്ത ഇങ്ങനത്തെ അല്ല, വേറെ വീട്ടിലേക്കുള്ള കോഴി കുഞ്ഞിനെ അതിന് വയ്യാണ്ടായപ്പോൾ അതിന് ആ സൈഡില്ല അവിടെ ഇങ്ങനെ ബെഡ് പോലെ ഉണ്ടാക്കി കടത്തിയിട്ട് ബാക്കിൽ പോയിട്ട് വരുമ്പോഴേക്കും പോയി ആള് കാക്ക റാഞ്ചി കൊണ്ടുപോയി. കുട്ടികളായിരിക്കുമ്പോൾ നല്ല ക്യൂട്ടാണ്, ഭയങ്കര ഇഷ്ടമാണ്. വലുതായി കഴിഞ്ഞാൽ അതിന് ഇഷ്ടമല്ല. വലുതായി പിന്നെ വളർന്ന ഭയങ്കര കൊത്തുന്ന കോഴി. ഇവനെ കൊത്തിയിട്ട് ഇവനെ ആ കോഴിക്ക് ഇഷ്ടമല്ല. ഒരു ചാത്തൻ കോഴിയാണ് ഇവൻ. എന്തോ ഇവിടെ പോയിട്ട് എന്തോ ആയതാണ്. ഇവന്റെ ഓടിക്കൊണ്ട് വന്നു ബാക്കിൽ കൊത്താൻ. ഇവൻ അതിനെ നോക്കി മൂത്രമൊഴിച്ചു അതിന്റെ മേലെ. അതെന്നിട്ട് ഞങ്ങളൊക്കെ ഉള്ളിലിരിക്കുകയാണ്. ഇവനെ എന്നിട്ട് ഓടിച്ചു അത് കൊത്താൻ. ഓടി വന്ന് അകത്ത് കയറി. പിന്നെ അങ്ങനെ പിന്നെ അതിനെ കൊന്നു. അതെല്ലാവരെയും കൊത്താൻ തുടങ്ങി. പിന്നെ എല്ലാവരെയും അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അന്നെയും കൊത്തില്ല. എന്നെയും പിന്നെയും അച്ഛനെയും അമ്മനെയും കൊത്തില്ല. ഇവന്റെ അച്ഛനെ കൊത്തിട്ട് ചോര വന്നു കാലില്. ഇവനെ കൊത്തും, ഇവന്റെ അച്ഛനെ കൊത്തും, ഉത്തരനെ കൊത്താൻ പോകും, എല്ലാവരെയും കൊത്താൻ പോകും. അപ്പൊ ഒരു ഡോഗിന്റെ ഡ്യൂട്ടി അത് ചെയ്യണ്ടായിരുന്നു. പിന്നെ ആ ഡ്യൂട്ടി ഓവറായപ്പോ ഞങ്ങൾ അതിന്റെ ഡ്യൂട്ടി ചെയ്തു. ഇവിടെ ഇത്തിരി ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് പൊടി കഴിക്കാൻ നോക്കാം. ബാ എന്നാ കഴിച്ചോ. പൊടി കഴിക്കണ്ടേ, വലുത് കഴിക്കാന്നാ പറയുന്നത്. എന്നാ ഇത് കഴിക്കാം. ബാ കഴിച്ചത് വരുന്നില്ല. ബാ പറഞ്ഞ കേൾക്കാണ്ടാവുണ്ട്. വരെ നമുക്ക് ചാത്താൻ കോഴിനെ കാണിച്ചു കൊടുക്കാം ഈ കുഞ്ഞിനെ. നോക്കൂ ചാത്ത നോക്കൂ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ നല്ലൊരു ചാത്തൻ കോഴി. ഇതാ അങ്ങോട്ട് പോ. അത് കൊത്തില്ലായിരിക്കും. അങ്ങോട്ട് പോ. ഗൈസ് ഇതാ ചാത്തൻ കോഴിന്റെ കൂടെ മെയിൻ കേട്ടാ കുഞ്ഞ്
കുഞ്ഞു മേയുണ്ട് ചാത്തൻ്റെ കൂടെ. റൂബി ചാത്തൻ കോഴി വലിയ ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ട് നിൽക്കാണ്, ഇങ്ങോട്ട് ഒന്ന് മൈൻഡ് ചെയ്യാണ്ട്. എന്താ അത് കുട്ടീനെ കണ്ടിട്ട് പേടിച്ച് തോന്നുന്നു. ഇതിനെ കെട്ടിയിടലാണ് കാരണം ചാത്ത എന്ത് ചെയ്യും പറഞ്ഞാ പോവും. അപ്പുറത്തെ പറമ്പിൽ പോയാൽ അവിടെ പോയാൽ പിന്നെ അവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് കല്ലെടുത്തെറിയും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടു. പിന്നെ ഇതിനൊന്നും കെട്ടിയിട്ടില്ല, ചാത്തൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. എന്താ എന്താണ് എന്താണ് എന്തിനാ ഇങ്ങനെ കുരയ്ക്കണേ പറ. മൂക്ക് 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 ആ എന്താണ് അതവിടെ സ്റ്റക്കായിട്ടാ, അനക്കില്ല ആള്. ഓടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടാക്ക്. നോക്ക് നിക്കണേ, സ്റ്റാച്ചു ആയി സ്റ്റാച്ചു ആയി. അതാ ചാത്തൻ്റെ കൊടുത്തിട്ടുണ്ട്. ചാത്ത മൈൻഡേ ഇല്ല കഴിച്ച്. ചാത്തൻ കോഴി കൊത്തണമൊന്നും ഇല്ല കേട്ടാ, പിന്നെ നല്ലോണം നോക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ തൊട്ട് ഈ കുഞ്ഞുങ്ങളുടെ ഡ്യൂട്ടി ഇവിടെയാണ്. 2 പേരുടെ കാലിൽ ഓരോ കയറി കെട്ടി വിട്ടാലോ എങ്ങനെ ഉണ്ടാവില്ലേ പാവം. അങ്ങനെയും ചെയ്യില്ല, ഇവിടെ വിടാം ഇടയ്ക്കിടയ്ക്ക് നല്ല ആക്റ്റീവ് ആവാൻ. പ്രൊട്ടക്ഷന് ചാത്തൻ കോഴി ഉണ്ട്. ചാത്തൻ്റെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി ചാത്തൻ കോഴിൻ്റെ കൂടെ കൊണ്ട് വിട്ടാൽ അത് മൈൻഡേ ചെയ്യണില്ല. എന്താ ചെയ്യും പറ, ആള് മൈൻഡേ ചെയ്യുന്നില്ല. പുതിയ അതിഥി ആയതുകൊണ്ടാണ് തോന്നുന്നു മൈൻഡ് ഇല്ലാത്ത. അപ്പം എന്ത് ചെയ്ത് ഇവിടെ തന്നെ കൊണ്ടുവിട്ടു. ഇതാ കമോൺ ബാ. അപ്പം നമ്മുടെ കുട്ടികളുടെ കൂട് റെഡി ആക്കിയിട്ടുണ്ട്. എന്താ ഇതാണ് കൂട്, വീട് കെട്ടിക്കൊടുത്തു. ഇനി ഇതാ ഇത് രണ്ടെണ്ണത്തിനെ എടുത്തിട്ട് ഇതിലിടണം ഗായ്സ്. അപ്പം നമുക്കിതിന് കൂട്ടി കയറ്റാം. കം റെഡി, രണ്ടിനെയും കൂട്ടിലിട്ടിട്ടുണ്ട് ഗായ്സ്. ഇത് കൂട്ടിന് ചാടി വന്നു. അതാരാണത്? എൻ്റെ മോട്ടു ആയിരിക്കും. അതാ മോട്ടൊന്നും ചാടാൻ കിട്ടുന്നില്ല, ടെൻഷനായി നിൽക്കുകയാണ്. ചാടുന്നു നോക്കിയോട്ടാ. അതാ ചാടി, ഇത് ചാടുണ്ട്, അത് ചാടുന്നില്ല. ചാടുന്നു ചാടുന്നു ചാടുന്നു. വാ വാ ട്രൈ അഗൈൻ. നേരെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടി. ഇത് നോക്ക്, ഇത് ചാടില്ല. ചാടി 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 ചാടി. ഇത് ചാടും, ഇതിപ്പോ ചാടും നോക്കിയാ. ആ ചാടി കണ്ടോ. ഇത് ചാടില്ല, അത് പാവട്ടാ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഈ പെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ, കാരണം മറ്റേതിന്ന് ചാടിപ്പോണേ. ഇതൊന്നും എന്തായാലും ചാടില്ല കേട്ടാ, സെറ്റായി നിൽക്കുന്നുണ്ട്. ഗായ്സ് ഇതിലിട്ടപ്പോൾ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാളും കൂടി ഇടയ്ക്കിടയ്ക്ക് ചാടി ചാടി എന്താ വേണ്ട പുറത്ത് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ചാട്ടത്തിലാണ് ഇപ്പോൾ. നമുക്ക് അടച്ചു വെച്ചാൽ അത്തിരി കൂളായിരിക്കും, അല്ലെങ്കിൽ കത്തുണ്ട്. കണ്ടാ ഇപ്പം സൗണ്ട് ഇല്ല, തുറന്നു കഴിഞ്ഞാൽ കത്താൻ തുടങ്ങും. കണ്ടാ വാ. ആ ഇങ്ങനെ ചാടി ചാടി ഇത്തിരി സ്ട്രെങ്ത് ഒക്കെ വരട്ടെ, തുറന്നു തന്നെ വെക്കാം, ഇത്തിരി ജിമ്മാവട്ടെ. അപ്പം നമുക്കിതിന് എന്തായാലും ഉള്ളിൽ കൊണ്ട് വെക്കാം, പുറത്തൊന്നും വെച്ചാൽ ശരിയാവില്ല. അപ്പം അകത്ത് കൊണ്ട് വെക്കാനാ പ്ലാൻ. ഞങ്ങളുടെ റൂമിൽ വെക്കാം. പൊട്ടെ 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 ഇവിടെ 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 വെച്ചോ, തുറന്ന് വെച്ചോ. അങ്ങനെ ഒരു സൈഡിലേക്ക് വെക്കി. അതടച്ചോ. ആ സെറ്റായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്താ കാണിക്കണേ, ഇനിയുള്ള ദിവസങ്ങളിൽ പറയാം കേട്ടോ. പിന്നെ ഇവൻ്റെ പല്ല് നോക്കിയോട്ടാ, ഈ കാണിക്ക്. ആ മുട്ടായി നിന്നിട്ട് കേടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഈ കോഴിക്കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ഇടാം. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. കമന്റ് ചെയ്യാനും മറക്കണ്ടേ. അതെ ബൈ.